അന്യഗ്രഹ ജീവി അതിങ്ങനെ കിടന്ന് കറങ്ങുകയാണ് ഇപ്പോൾ. അത് എങ്ങോട്ടാണ് എവിടേക്കാണ് പോകണമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ചൈനയെ ലക്ഷ്യമാക്കി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണല്ലേ യാഥാർത്ഥ്യം? ഒരു ഉൽക്ക, പറക്കുംതളിക, അന്യഗ്രഹ ജീവി, ഇങ്ങനെ പല പേരുകളും പറയുന്നുണ്ട്. ചൈനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ചൈനയുടെ ഒരു പൊതു സ്വഭാവം അറിയാമല്ലോ. ആ രാജ്യത്ത് എന്ത് നടന്നാലും അത് അവിടുത്തെ ആഭ്യന്തര രഹസ്യമാണ്. പുറം ലോകം അതിനെക്കുറിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നതിനപ്പുറം അവർ അത് യഥാർത്ഥ വസ്തുത പുറത്തുവിടാറില്ല. അതിൻ്റെ ഗുണവും ദോഷവും അവർക്ക് ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അതെന്താണ് എന്നുള്ള കാര്യം ചൈന ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. സംഭവം നടക്കുന്നത് കഴിഞ്ഞ 12-ാം തീയതിയാണ്. ഓഗസ്റ്റ് 12-ന് അല്ല, സെപ്റ്റംബർ 12. കഴിഞ്ഞ 12-നാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് 20 എത്രയായിട്ട് 19. ഓക്കെ, ഒരാഴ്ച മുമ്പുള്ള സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അവിടെ പ്രാദേശികമായിട്ടുള്ള അവിടെ പുറത്തു വിടാമോ? ചൈന അതിനൊന്നും വലിയ നിയന്ത്രണവും അത്ര വലിയ കടുത്ത നിയന്ത്രണമൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഈ സംഗതി എത്തുന്നത് ഇപ്പോഴാണ്. അവിടെ നടന്ന സംഭവം ഇപ്പോഴാണ് ഇറങ്ങിത്തിരിഞ്ഞ് ഇവിടം വരെ എത്തണമല്ലോ. അപ്പോൾ അതിന് ചൈനീസ് ഭാഷ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പ്രശ്നമുണ്ടാവും. അപ്പോൾ അവിടെ ഈ ഷാൻഡോങ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ വെയ്ഫാങ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 12-ാം തീയതി രാത്രിയിൽ നടന്നൊരു സംഭവമാണ്. ആ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരു വലിയ തീഗോളം ആകാശത്ത് നിന്ന് വരുന്നത് കാണാം. നമ്മൾ കാണിക്കുന്നുണ്ട് ആ ദൃശ്യം. ഉണ്ട്. ഒരു തീഗോളം വരുന്നത് കാണാം. ഒരു ഭൂമിയിൽ നിന്ന് പൊങ്ങുന്ന മറ്റൊരു സംഗതി ഈ തീഗോളത്തെ ഇടിക്കുന്നു. ഉഗ്രസ്ഫോടനത്തോടെ അത് പൊട്ടിത്തെറിക്കുന്നു. ഇതാണ് ആ ദൃശ്യത്തിലുള്ളത്. അപ്പോൾ പ്രദേശവാസികൾ ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്ന സമയം കൂടിയാണ്. അപ്പോൾ പ്രദേശവാസികൾ കരുതിയത് ഇടിമിന്നലാണ് എന്നുള്ളതാണ്. പക്ഷേ ഇടിമിന്നലാണെങ്കിൽ അത്രയും വലിയൊരു സ്ഫോടനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകും. അത്രയും വലിയ ഇടിമിന്നൽ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ചില തെങ്ങൊക്കെ നിപ്പി കരിഞ്ഞു പോയ സംഗതികളൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു സാധ്യത ചിലർ അവകാശപ്പെടുന്നത് ചൈന ഏതോ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയതാണ്. പക്ഷേ മിസൈൽ പരീക്ഷണം നടത്തിയതാണെങ്കിൽ അത് പ്രദേശവാസികൾക്ക് അപകട സാധ്യത ഉണ്ടാകാനുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നേരത്തെ തന്നെ മുൻകൂർ വാണിംഗ്, ജാഗ്രതാ നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ്? അപ്പോൾ പിന്നെ ഉണ്ടാകുന്ന നിഗമനം പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു പറക്കും തെളിക, അന്യഗ്രഹ ജീവികൾ സഞ്ചരിച്ച ഒരു പറക്കും തെളിക, അല്ലെങ്കിൽ ഒരു ഉൽക്ക. ഇതിൽ രണ്ടിലേതോ ഒന്നാണ് വന്നത്. പ്രദേശവാസികളും അത്തരത്തിലാണ് പറയുന്നത്. കാര്യം അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു സംഭവമാണ് അവർ കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അന്യഗ്രഹ ജീവി വരുന്നു, അന്യഗ്രഹ പേടകം വരുന്നു, UFO വരുന്നു. അതിനെ ചൈന ഒരു മിസൈൽ ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് സത്യമാണെങ്കിൽ അത് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. കാര്യം ഇതുവരെ നമ്മളൊരു ഉൽക്കയെയോ ഒരു അന്യഗ്രഹ പേടകത്തെയോ അല്ലെങ്കിൽ UFO പറക്കും തെളിക അതിനെയോ ഒരു മനുഷ്യനിർമ്മിതമായ ആയുധം കൊണ്ട് നേരിട്ട ചരിത്രം ഇതുവരെ ഇല്ല. ഇനി നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ആ വന്നത് യഥാർത്ഥത്തിൽ ഒരു പറക്കും തെളിക തന്നെയാണെന്ന് ഇരിക്കട്ടെ. അന്യഗ്രഹ ജീവികൾ സഞ്ചരിച്ച ഒരു പറക്കും തെളികയെയാണ് ചൈന ആക്രമിച്ചതെങ്കിൽ അത് ഒരു പക്ഷേ മനുഷ്യരും അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള തുടർ സംഘർഷങ്ങളുടെ തുടക്കമാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അവിടെ ഒരു വേൾഡ് ജേണൽ എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. അവർ ഈ തായ്വാനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത്, അവർ ഈ പ്രദേശവാസികളെ കോട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലാണ് വാർത്ത പറയുന്നത്. അതായത് വന്നത് UFO തന്നെയാണ്. അത് ചൈന ഇതുവരെ ഔദ്യോഗികമായിട്ട് വാർത്ത പുറത്തുവിട്ടിട്ടില്ല. അതെന്താ ചൈന പുറത്തു വിടാത്തത്? കാരണം ഈ പറക്കും തെളികകൾ അല്ലെങ്കിൽ മറ്റ് സംഗതികളെക്കുറിച്ച് ഇപ്പോൾ ലോകത്ത് പലയിടത്തും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ കണ്ടത് അത് UFO അല്ലെന്ന് അവർ പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചു കളയും. കാര്യം ശാസ്ത്രം ഇപ്പോഴും ഇതിനെയൊക്കെ നേരിടാൻ പര്യാപ്തമായ രീതി വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മനുഷ്യരിൽ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം ഇത് തെളിവുകൾ കിട്ടിയാൽ പോലും അത് തൽക്കാലം അത് ഇപ്പോൾ നാട്ടുകാരറിയണ്ട എന്നൊരു നിലപാടാണ് പൊതുവേ ശാസ്ത്ര സമൂഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇന്ത്യയിലടക്കം അമേരിക്കയിലടക്കം പല ലോകരാജ്യങ്ങളിലും ഇതേപോലെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരു ഏജൻസി, ഇപ്പോൾ നാസയോ ISROയോ പോലുള്ള ഏജൻസികൾ അവർ കുറേ ഉണ്ടത്രേ സാധ്യത കാണും, ഞങ്ങൾ തള്ളിക്കളയുന്നില്ല, അമ്മാതിരി ഒരു ഒഴുക്കം മട്ടിൽ മറുപടി പറയുന്നതല്ലാണ്ട് ഒന്നിനെക്കുറിച്ചും ശാസ്ത്രീയമായിട്ട് നിഗമനം നടത്തി അത് ഇന്നതാണ് എന്ന് പറയാനുള്ള ധൈര്യം ഈ കാലം അത്രയും ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ മനുഷ്യൻ ഇത്രത്തോളം പുരോഗതി പ്രാപിച്ച ഈ സമയത്തും നമുക്കതിനുള്ള ധൈര്യം വന്നിട്ടില്ല. കാരണം നമ്മൾ ഭയക്കുന്നുണ്ട് ഈ അന്യഗ്രഹ ജീവികളെന്ന് പറയുന്നത് നമ്മളെക്കാൾ വലിയ രീതിയിൽ സാങ്കേതികപരമായി ബുദ്ധിപരമായിട്ട് വലിയ രീതിയിൽ വികാസം പ്രാപിച്ച ഒരു സമൂഹമാണ്.
അവർ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് ഉദ്ദേശത്തിലായിരിക്കും. ഒന്നുകിൽ ഭൂമിയെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഭൂമിയെ കീഴ്പ്പെടുത്തുക. ഈ രണ്ട് ഉദ്ദേശത്തെ കൂടിയായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മനുഷ്യന് പോലും സാധിക്കാതെ, ഇവർ വരുന്ന ഏതോ ഗ്രഹത്തിൽ നിന്നാണെന്നാണല്ലോ നമ്മൾ കരുതുക. ഇപ്പോൾ മനുഷ്യന് പോലും പരമാവധി ചന്ദ്രനിൽ വരെ എത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അന്യഗ്രഹ ജീവികൾക്ക് വേറെ ഏതോ ഒരു സോളാർ സിസ്റ്റത്തിൽ നിന്ന് ഇവിടം വരെ എത്താൻ പറ്റിയെങ്കിൽ അവരുപയോഗിക്കുന്ന സാങ്കേതികവിദ്യ എത്രമാത്രം സമ്പന്നമായിരിക്കും. അപ്പോൾ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ നേരിടാൻ പറ്റിയ പാങ്ങ് നമുക്കില്ല. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ മനഃപൂർവ്വം ബോധപൂർവ്വം മൂടി വെക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ ഇത് ഈ ചൈനയിൽ നടന്ന ഈ സംഭവം അവിടുത്തെ എമർജൻസി മാനേജ്മെൻറ്റ് ബ്യൂറോ, നമ്മുടെ മലയാളത്തിൽ പറയാൻ നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പ് അതോറിറ്റി, നമ്മുടെ കളക്ടറുടെ നേതൃത്വത്തിലൊക്കെ നടത്തുന്ന പരിപാടി, അവർ ഈ സംഭവം അറിഞ്ഞതേയില്ല എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു മിസൈൽ പരീക്ഷണം നടത്തിയതായിട്ടും അവർക്കറിയില്ല. അത് സ്വാഭാവികമാണ്. മിസൈൽ പരീക്ഷണം നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും മുൻകൂട്ടി അവിടുത്തെ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കണം. അത് മാത്രമല്ല, ഇതൊരു ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിൽ ഒരിക്കൽ പോലും ഒരു മിസൈൽ പരീക്ഷണം നടത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ അനുമാനിക്കണം ഒരു ഉൽക്കയോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുടെ പേടകമോ ആയിരിക്കും വന്നതെന്നുള്ള നമ്മൾ അനുമാനം നടത്തണം. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ ഉൽക്കയും അന്യഗ്രഹ പേടകവും ഒക്കെ മുൻകൂർ നോട്ടീസ് കൊടുത്ത് വരുന്ന സാധനമൊന്നുമല്ല. അങ്ങനെ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ചൈനക്കാർ തിരിച്ചറിഞ്ഞു? ഇപ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ച് അവർ കണ്ടെത്തിയതാണോ? നമുക്കൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് കൃത്യമായ വിവരം ചൈന പുറത്തുവിടാത്തിടത്തോളം കാലം നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ നിഗമനങ്ങൾ പറയാൻ ആധികാരികത ഇപ്പോഴും അവകാശപ്പെടാനൊക്കില്ല. പക്ഷേ മുൻപ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ ഏരിയ 51 എന്ന് പറയുന്ന പ്രദേശമാണ് ഈ അന്യഗ്രഹ ജീവികളുടെ സ്ഥിരം വേട്ട സ്ഥലം. അതിനെ ആസ്പദമാക്കി കുറേ കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്, കുറേ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും അമേരിക്ക ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നേവിയെ, അവിടുത്തെ നാവികസേനയെ ഇത്തരം സംഗതികളെക്കുറിച്ച് പഠിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നു. അതായത് ഐഡൻറ്റിഫൈഡ് ഏരിയൽ ഫിനോമിന, അൺഐഡൻറ്റിഫൈഡ് ഏരിയൽ ഫിനോമിനയെക്കുറിച്ച് പഠിക്കാനായിട്ട് അവർ ചുമതലപ്പെടുത്തി. 2012 വരെ അതിനുള്ള ധനസഹായവും കൊടുത്തിരുന്നു. പക്ഷേ 2017 അമേരിക്ക അതിനുള്ള ഫണ്ടിങ് നിർത്തിവെച്ചു. പക്ഷേ അവരൊരു കാര്യം ചെയ്തു. 2004 മുതൽ 2015 വരെ ഈ അന്വേഷണ സംഘം കളക്ട് ചെയ്ത ദൃശ്യങ്ങൾ, ഈ അന്യഗ്രഹ പേടകങ്ങളോ അല്ലെങ്കിൽ പറക്കും തളികകളോ എന്ന് സംശയിക്കപ്പെടുന്ന സംഗതികൾ അവരുടെ ക്യാമറയിൽ പതിഞ്ഞിറക്ക ദൃശ്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മുടെ വ്യക്തമാണ്. നമ്മൾ ഭൂമിയിൽ മാത്രമല്ല ജീവൻ, നമ്മളെ തേടി ആരൊക്കെയോ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അമേരിക്കയിൽ തന്നെ 1947 റോസ്വെൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ന്യൂ മെക്സിക്കോയിലെ റോസ്വെൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പറക്കും തളിക തകർന്നു വീണതായിട്ടൊരു ചരിത്രമുണ്ട്. പക്ഷേ അന്ന് ആ സമയത്ത് അത് പറക്കും തളിക തകർന്നു വീണതാണ് എന്നുള്ള വാർത്തകൾ പ്രചരിച്ചെങ്കിലും പിന്നീട് അമേരിക്കൻ അധികൃതർ അതൊരു വെതർ ബലൂണാണ് പൊട്ടി വീണത് എന്ന രീതിയിൽ ആ വാർത്ത അതോടെ അവസാനിപ്പിച്ചു. പക്ഷേ പിന്നീട് കുറേ കാലം കഴിഞ്ഞും അന്നത്തെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ചിലർ അത് യഥാർത്ഥത്തിൽ ഈ വെതർ ബലൂൺ എന്ന് പറയുന്ന കഥ ബോധപൂർവം പടച്ചുവിട്ടതാണെന്നും യഥാർത്ഥത്തിൽ അവിടെ തകർന്നു വീണത് ഒരു പറക്കും തളികയാണെന്നും പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ആധികാരികമായ ഒരു പറക്കും തളിക നമ്മുടെ മുമ്പിൽ വന്നതിനായിട്ട് യാതൊരു രേഖകളോ തെളിവുകളോ ഇല്ല. ഇത്തരം കുറേ ദൃശ്യങ്ങൾ നമ്മളാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ പരതിയാൽ കുറേ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടും. കുറേയൊക്കെ അതിൽ വ്യാജമാണ്, എന്നാൽ എല്ലാം വ്യാജമാണ് നമുക്ക് പറയാനും പറ്റില്ല.